Hello everyone, welcome back to Xylem Learning. It's me, Jamshad. Definitely നിങ്ങൾ നമ്മുടെ ഈ ഒരു thumbnail കണ്ടതുപോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് odd one out. Actually ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ള പ്രോസസ് ആണ്. ഡെഫിനറ്റ്ലി ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ LSS എക്സാമിനേഷനിൽ ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് odd one out. എന്താണ് ആക്ച്വലി ഈ odd one out? എങ്ങനെയാണ് ഈ ഒറ്റയാനെ കണ്ടെത്തുക? ഒരൊറ്റ പിക്ചർ കാണിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നുള്ളത് കംപ്ലീറ്റ് മനസ്സിലാവും. ഇതാണ് ആക്ച്വലി സംഭവം. ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ട്രാഫിക് സിഗ്നലിൽ ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു കൊച്ചുകുട്ടിക്കും ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇതാണ് ഇതിൽ ഒറ്റയാൻ. ഡെഫിനറ്റ്ലി അത് മാത്രം റെഡ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു മത്തങ്ങയിൽ ഇതിന് മാത്രം എന്തുണ്ട്, കണ്ണും മൂക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ആക്ച്വലി വായൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇലകളിൽ ഇത് മാത്രമാണ് എന്ത് ഒറ്റയാനായിട്ടുള്ളത്, ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ദിസ് വൺ ആൻഡ് ഇൻ ദിസ് വൺ ഓക്കെ. അങ്ങനെ ഓഡ് വൺ സെലക്ട് ചെയ്യുന്നത് പോലെ അതൊരു ലോജിക്ക് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി അത് മാത്രം സെലക്ട് ചെയ്യുന്നതാണ് ഓഡ് വൺ ഔട്ട്. അതിലൊരു ലോജിക് ഉണ്ടാകും. നോക്കാം നിങ്ങളുടെ LSS എക്സാമിന് ഈ ഓഡ് വൺ ഔട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതാ കണ്ടോ, ഇതാണ് ഒരു എക്സാമ്പിൾ. കണ്ടോളൂ, ഈസി ആണ്. നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രീം എന്ന് കൊടുത്തിട്ടുണ്ട്, റിവർ എന്ന് കൊടുത്തിട്ടുണ്ട്, സീ എന്ന് കൊടുത്തിട്ടുണ്ട്, പൈൻ. ഇതെല്ലാം ആക്ച്വലി നമ്മൾക്ക് വെള്ളം കിട്ടുന്നതാണ്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവി, അരുവിയിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടും. റിവർ പുഴയിൽ നിന്ന് വെള്ളം കിട്ടും. സീ കടലിൽ നിന്ന് വെള്ളം കിട്ടും. ഇതൊക്കെ എന്താണ്, നേച്ചുറൽ ആണ്, നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ പൈപ്പിൽ നിന്ന് നാച്ചുറൽ ആണോ, നമ്മൾ അത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദ ഓഡ് വൺ. ഓക്കെ, നമുക്ക് അത് എന്താക്കാം, സെലക്ട് ചെയ്യും. ഓഡ് വൺ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ നമ്മൾ പൈപ്പ് സെലക്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളതിന്റെ ഒക്കെ ആൻസർ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്താക്കുക, മൈൻഡിലേക്ക് കൊണ്ടുവരിക. ദിസ് വൺ ശ്രദ്ധിച്ചു എന്താണ്. കൂടുതൽ സമയം വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ആൻസർ ജസ്റ്റ് ഗസ് ചെയ്യും കേട്ടോ. ഓക്കെ, സ്ട്രീം 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 സ്ട്രീം. ആക്ച്വലി ഇതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എല്ലാത്തിന്റെയും സ്പെല്ലിംഗ് ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം സ്ട്രീമിന്റെ എക്സാക്ട് സ്പെല്ലിംഗ് പറയുന്നത് ഇതാണ് അല്ലേ. ഓക്കെ, അപ്പൊ സി ആണ് നമ്മൾ ആൻസർ വരുന്നത്, സ്ട്രീം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇത് നോക്കാം. ജംപ്, ലയൺ, ഈറ്റ്, റൺ. ഇങ്ങനെ ജമ്പ് ഉണ്ട്, ലയൺ ഉണ്ട്, ഈറ്റ് ഉണ്ട്, റൺ ഉണ്ട്. അപ്പൊ ഇതില് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാ നോക്കാം. ജമ്പ് എന്നുള്ളത് ഒരു വേർബാണ് അല്ലെ, ചാടുക. ലയൺ എന്ന് പറഞ്ഞാല് സിംഹം. ഓക്കെ, ഈറ്റ് എന്ന് പറഞ്ഞാലും ഒരു വേർബാണ്, തിന്നുക. റൺ എന്ന് പറഞ്ഞാലും എന്താണ്, ഒരു വേർബാണ്. ദെൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് മാത്രമാണ് നൗൺ വരുന്നത്, ബാക്കിയൊക്കെ വേർബാണ്. സോ ദ ഓഡ് വൺ ഈസ് ലയൺ. അത്രയ്ക്ക് ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ തന്നെ ഗസ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ മിക്കവാറും ഗസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഓ, നെക്സ്റ്റ് വൺ. ലയൺ, ടൈഗർ, അറ്റാക്ക്, മങ്കി. നേരത്തെ ഏകദേശം ഡിഫറെന്റ് ഓഫ്. ഇത് ബാക്കിയുള്ളതൊക്കെ എന്ത് നൗൺ ആണ്. അറ്റാക്ക് എന്നുള്ളത് മാത്രം വേർബ് ആണ് അല്ലെ. ലയൺ എന്ന് പറഞ്ഞാല് പുലി, ആക്ച്വലി സിംഹം. ടൈഗർ എന്ന് പറഞ്ഞാല് കടുവ. മങ്കി എന്ന് പറഞ്ഞാല് എന്ത്, ഡെഫിനറ്റ്ലി കുരങ്ങൻ. ഇതൊക്കെ എന്താണ്, നൗൺ ആണ്, അല്ലെങ്കിൽ ഒരു ആനിമൽസിന്റെ പേരാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യാന്ന് പറയില്ലേ, ആക്രമിക്കാം. ഓക്കെ, അതൊരു വേർബ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദ ഓഡ് വൺ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ കണ്ടോളൂ. വാച്ചിങ്, പീപ്പിംഗ്, ഗേസിംഗ്, പൗൺസിങ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ആക്ച്വലി നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന്, 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ചാപ്റ്റർ പേപ്പർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിലുള്ള കുറച്ച് വേർഡുകളാണ് ആക്ച്വലി പൗൺസിങ് എന്നുള്ളതും ഒക്കെ. എന്താണ്, ആ ഒരു ചാപ്റ്ററിലെ വേർഡാണ് കേട്ടോ. പൗൺസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും അല്ലേ. ഇതിലെ ഫസ്റ്റത്തെ ഈ ഒരു 3 ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഒരു ഫസ്റ്റത്തെ 3 വാച്ചിങ്, പീപ്പിംഗ്, ഗേസിംഗ് ഒക്കെ കാണുക അല്ലെങ്കിൽ കണ്ണുകൊണ്ടുള്ള കാര്യങ്ങളാണ് അത് പറയുന്നത്. വാച്ചിങ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാം എന്നൊക്കെ, വാച്ചിങ് TV, വാച്ചിങ് യൂട്യൂബ് എന്നൊക്കെ പറയും. പീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക, അപ്പോഴും കണ്ണാണ് അല്ലെ. ഗെയ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉറ്റു നോക്കുക. ഓക്കെ, ഏതായാലും 3 എന്താണ്, കണ്ണുകൊണ്ടുള്ള പരിപാടികളാണ്. പൗൺസിംഗ് എന്ന് പറഞ്ഞാൽ കുതിച്ചു ചാടുക അല്ലെ. ഓക്കെ, ആ ഒരു മീനിങ് ആണ്. നമ്മളെ പേപ്പർ ബോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഫാറ്റ് ബോയ് എടുത്ത് പൗൺസിംഗ് ചെയ്തിരുന്നു അല്ലെ, അതിന്റെ മുകളിലേക്ക്. ദാറ്റ്സ് കോൾഡ്. സോ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ദ ഓഡ് വൺ. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ഒന്നുകൂടി ചെയ്തു നോക്കുക. നെക്സ്റ്റ് വൺ, ട്രീസ്, ബോയ്സ്, ചിൽഡ്രൻ, സ്കൈ. ഇത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആയിരിക്കും. ജസ്റ്റ് പോസ് ചെയ്തിട്ട് ചിന്തിച്ചു നോക്കുക ഞാൻ പറയുന്നതിന് മുമ്പേ. ഓക്കെ, കണ്ടോ ഇതിന്റെ പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത പറയാം. ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ട്രീസ്, ട്രീസ്. അതെന്താണ്, പ്ലൂരൽ ആണ് അല്ലെ. ഒരു മരം അല്ല, കൂടുതൽ മരങ്ങളുണ്ട്. ബോയ് അല്ല, ഇവിടെ ബോയ്സ് ആണ് പറഞ്ഞത്, അപ്പൊ അതും പ്ലൂരൽ ആണ്. ചിൽഡ്രൻ, ചൈൽഡിന്റെ പ്ലൂരൽ ആണ് ചിൽഡ്രൻ. ഓക്കെ, ഒരിക്കലും ചിൽഡ്രൻസ് എന്നല്ല, ചൈൽഡിന്റെ പ്ലൂരൽ ആണ് ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ അതും പ്ലൂരൽ ആണ്. ഇതൊക്കെ പ്ലൂരൽ ആണ് ഗൈസ്. ഓക്കെ, പ്ലൂരൽ പ്ലൂരൽ പ്ലൂരൽ. പക്ഷെ സ്കൈ, ആകാശം, ആകാശം എന്നുള്ളത് സിംഗുലർ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദ ഓഡ് വൺ. അതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്.
അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ സിംഗുലർ ഈ ഒരു ടൈപ്പ് മീൻസ് ലോജിക്ക് പല തരത്തിലും വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താക്കുക സെറ്റ് ആയിട്ട് ചെയ്യാൻ ഒരു 3 എണ്ണോട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം ആക്ടിവിറ്റി നിങ്ങൾ സ്വന്തം ചെയ്യാനുള്ളത് തരാം. ഇതൊക്കെ ആക്ച്വലി നിങ്ങൾ സ്വന്തം ചെയ്യുന്നത് മദർ ഫാദർ ബ്രദർ പോലീസ് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എന്താണ് റിലേറ്റീവ്സ് ആണ് അല്ലെ, മദർ ഫാദർ ബ്രദർ എന്നൊക്കെ. പോലീസ് എന്താണ് മറ്റൊരു ഒഫീഷ്യൽ ക്ലാസ് ആണ്, വേറൊരു ടീമാണ്. നെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇത് വീട്ടിലുണ്ടാകുന്ന ആൾക്കാർ മറ്റെന്താണ് പോലീസ് പറഞ്ഞാൽ വേറൊരു പ്രൊഫഷന്റെ പേരാണ്, മറ്റൊരു റിലേഷന്റെ പേരാണ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ഗുഡ്, ഹി ഷീ ഇറ്റ് ഹർ. സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും, ഗുഡ് ആണ് അതിന്റെ ഓഡ് വൺ എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണ് ഇതൊക്കെ ഓഡ് വൺ അല്ലാതായി മാറിയുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ എന്താണ് ഹി ഷീ ഇറ്റ് ഹർ എന്നുള്ളതൊക്കെ എന്താണ് പ്രോനൗണുകളാണ്. എന്താണ് പ്രോനൗൺ, നൗണിന് പകരം വരുന്നതാണ് പ്രോനൗൺ. അപ്പൊ അതുപോലെ തന്നെ ഗുഡ് എന്നുള്ളത് എന്താണ് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് അല്ലേ, അത് മാത്രം എന്ത് ഗുഡ്. ഓക്കെ, ദിസ് ഫോൺ ഇസ് ഗുഡ്, ഐ ആം എ ഗുഡ് പേഴ്സൺ. ഓക്കെ, ഗുഡ് എന്ന് പറയുന്നത് ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വരുന്നതാണ്, ദാറ്റ്സ് കോൾഡ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എന്താണ് പ്രോനൗണുകളാണ്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദിസ് ഇസ് ഓഡ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ ഫിൽ ഫാറ്റ് ടോൾ ബ്യൂട്ടിഫുൾ. ഫിൽ ഫാറ്റ് ടോൾ ബ്യൂട്ടിഫുൾ. ഓക്കെ, ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫിൽ എന്ന് പറയുന്നത് ഒരു വേർബ് ആണ്, ഈസി ഒരു വേർബ് ആണ്. ഓക്കെ, ഫാറ്റ് എന്ന് പറഞ്ഞാലും ടോൾ എന്ന് പറഞ്ഞാലും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരു അഡ്ജക്റ്റീവ് ആണ് ഗൈസ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞ ഒരു നൗണിനെ വിശേഷിപ്പിക്കാനാണ്. ഐ ആം അല്ലെങ്കിൽ ജംഷാദ് ഇസ് എ ഫാറ്റ് ബോയ് എന്ന് പറയുന്നത് ഫാറ്റ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ആൻഡ് ടോൾ, ജംഷാദ് ഈസ് എ ടോൾ പേഴ്സൺ. ഓക്കെ, അഡ്ജക്റ്റീവ് ആണ്, നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. ബ്യൂട്ടിഫുൾ, ജംഷാദ് ഈസ് എ ബ്യൂട്ടിഫുൾ ടീച്ചർ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, പറയുമ്പോൾ ഇതൊക്കെ അഡ്ജക്റ്റീവ് ആണ്, ഇത് മാത്രം വേർബാണ്. സോ ദിസ് ഈസ് ദ ഓഡ് വൺ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് വൺ ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ആണ്. ഡെഫിനറ്റ്ലി ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ 1 2 3 ഇടുക. 1 എന്നിട്ട് ക്രൈ സോ വീപ് സിംഗ്. ഇതിന്റെ ആൻസർ ക്രൈ ആണെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, ഇതിന്റെ ആൻസർ ക്രൈ ആണെങ്കിൽ 1 എന്നിട്ട് ഒരു കുത്തിട്ടിട്ട് എന്താക്കുക ക്രൈ എന്നിടുക. നെക്സ്റ്റ് 2 എന്നിടുക. എന്നിട്ട് മൂൺ സീ സൺ സ്റ്റാർ. ഇതിൽ ഏതാണോ ഓഡ് വൺ ഉള്ളത് അത് എന്താക്കുക, അത് സെലക്ട് ചെയ്തിട്ട് അതും 2 എന്നിട്ട് അതിന്റെ ആൻസർ ഇതാ, 3 എന്നിട്ട് അതിന്റെ ആൻസർ ഇതിട്ട് എന്താക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണെങ്കിൽ ആരെങ്കിലും കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏതായാലും കമന്റ് ചെയ്യാം. ആരെങ്കിലും കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കറക്റ്റ് ആൻസർ അവർ ലൈക്ക് ചെയ്യാം. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആർക്കാ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് എന്ന് കരുതിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ലൈക്ക് ചെയ്യാതിരിക്കരുത്. കറക്റ്റ് ആൻസേഴ്സിനൊക്കെ എന്തൊക്കെ ലൈക്ക് കൊടുക്കുക. ഇതാണ് ക്രൈസ് ഓഫ് വീപ് സിംഗ്. ഇതിൽ നിന്ന് ഒരു ഓഡ് വൺ സെലക്ട് ചെയ്യുക. മൂൺ സീ സൺ സ്റ്റാർ. ഇതിൽ നിന്ന് ഓഡ് വൺ സെലക്ട് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചാൽ കിട്ടും എല്ലാത്തിന്റെയും മീനിങ്. നെക്സ്റ്റ് വൺ ഓസ്ട്രിച്ച് പീകോക്ക് ബ്ലൂ വെയിൽ പാരറ്റ്. ഓക്കെ, ഓസ്ട്രിച്ച് പീകോക്ക് അത് ജീവികളാണ് കേട്ടോ. ഓക്കെ, ഏതാണ് ഓഡ് വൺ എന്നുള്ളത് നിങ്ങൾ അതിന്റെ ലോജിക് വെച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട്, ലൈവ് സെഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ LSS നിങ്ങൾക്ക് ജയിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ അതിൽ കയറിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചിരുന്നതാണ്. ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് മറന്നു പോരുത്. അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവ് ആയിരുന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായോ, അതൊക്കെ എന്താക്കുക കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ധാരാളം ലൈവ് സെഷൻ ഒക്കെ ഇനി വരും. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും സൈലം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്താക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം മറ്റൊരു സമയത്ത് കാണാവുന്നതാണ്. Until then, it's bye. Thank you.